നമസ്കാരം. PK ആസ്ട്രോ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. ഇന്നെൻ്റെ ഈ വീഡിയോയിൽ മൂലം, പൂരാടം, ഉത്രാടം കാലടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2025 ഓഗസ്റ്റ് മാസം 10 മുതൽ 16 വരെ ഈ ആഴ്ച അവർക്ക് എന്തൊക്കെ ഗുണദോഷങ്ങളാണ് സംഭവിക്കുക, അതിനെക്കുറിച്ചൊരു വിചിന്തനം നടത്തുകയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഫലം നമ്മൾ പറയുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ ഇപ്പോഴത്തെ ഗ്രഹനില നമുക്കൊന്ന് പരിശോധിക്കാം. ഗ്രഹനിലയിൽ 3 രാഹുവും 4 ശനിയും 7 ഗുരുവും ശുക്രനും 8 ആദിത്യനും ബുധനും 9 കേതുവും 10 കുജനും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഈ ഗ്രഹങ്ങളിൽ 7 നിൽക്കുന്ന വ്യാഴമെന്ന് പറയുന്നത് നല്ല സ്ഥാനത്താണ്. 7 നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ധനത്തിന് വലിയ ബുദ്ധിമുട്ടില്ലാതെ അപ്രതീക്ഷിതമായ ധനം വരവും ധനാഗമനമൊക്കെ ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ സമ്പത്തുമായി ബന്ധപ്പെട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ. എന്നാൽ 7 നിൽക്കുന്ന ശുക്രനെ കൊണ്ട് നമുക്ക് ചില പ്രയാസങ്ങൾ നേരിടാം. 7 ശുക്രൻ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ദാമ്പത്യ ബന്ധത്തിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ, കുടുംബത്തിലെ ചില അസാരസ്യങ്ങൾ, ജീവിത പങ്കാളിക്ക് ചില ദോഷങ്ങൾ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ വന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധയും മുൻകരുതലും നമുക്ക് വേണം. മാത്രമല്ല, ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി അഷ്ടമത്തിൽ നിൽക്കുന്ന ബുധൻ, രവി, ഇത് നമുക്ക് വളരെ ദോഷം ചെയ്യുന്നൊരു സംഭവമാണ്. കാരണം അഷ്ടമത്തിൽ ശുഭഗ്രഹങ്ങളോ പാപഗ്രഹങ്ങളോ നിന്നാൽ നമുക്ക് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അഷ്ടമം എന്ന് പറയുന്ന ആയുർഭാവമാണ്. അപ്പോൾ അവിടെ നമുക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. രവിയെ സംബന്ധിച്ചിടത്തോളം 8 നിൽക്കുന്നത് നല്ല ഒരു സാഹചര്യത്തിലല്ല. അതോടൊപ്പം തന്നെ 9 എന്ന് പറയുന്ന നമ്മളെ ഭാഗ്യസ്ഥാനമാണ്. അപ്പോൾ 9 നിൽക്കുന്നത് ഇവിടെ കേതുവാണ്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഭാഗ്യങ്ങളിൽ ഒരല്പ തടസ്സങ്ങൾ, അതോടൊപ്പം തന്നെ അത് കിട്ടാനുള്ള അല്പ കാലതാമസങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള 9 ഭാഗ്യസ്ഥാനത്ത് നമുക്ക് കിട്ടേണ്ട ഗുണങ്ങളൊന്നും തന്നെ പൂർണ്ണമായും കിട്ടാനുള്ള സാഹചര്യമല്ല ഇത്. കാരണം കേതുവിൻ്റെ നിൽപ്പ് അവിടെ നമുക്ക് സുഖപ്രദമല്ല. ഇനി പ്രധാനമായും നമുക്ക് പറയേണ്ടത് 4 നിൽക്കുന്ന ശനിയെക്കുറിച്ചാണ്. ധനുക്കൂറുകാർക്കിപ്പം കണ്ടകശനിയാണ്. നമുക്കറിയാമല്ലോ, കണ്ടകശനി എന്ന് പറഞ്ഞാൽ കൊണ്ടേ പോകുന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അത് പലപ്പോഴും ഒരു പ്രാസം ഒൽപ്പിച്ച് പറയുന്നൊരു സാധനമാണെങ്കിൽ പോലും കണ്ടകശനിയുടെ ദോഷവും അതിൻ്റെ കാഠിന്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെ ആൾക്കാർ പറയാൻ തുടങ്ങിയത്. കണ്ടകശനി കാലഘട്ടം എന്ന് പറയുന്നത് ശനിദോഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദോഷ സമയമാണ്. നമ്മൾ ധനനഷ്ടം, സാമ്പത്തികമായിട്ടുള്ള ധനാഗമനങ്ങൾ കുറവ്, മനസ്സിന് വളരെയേറെ പ്രതിസന്ധികൾ ഉണ്ടാവുക, ദുഷ്കീർത്തി, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അപവാദങ്ങൾ പറഞ്ഞു പരത്തുക, അതോടൊപ്പം തന്നെ കുടുംബ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുക, നമ്മൾ താമസം മാറേണ്ടി വരിക, ജോലിയിൽ ചില തടസ്സങ്ങൾ ഉണ്ടാവുക, അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ കണ്ടകശനി കാലഘട്ടം എന്ന് പറയുന്നത്. എങ്കിലും വ്യാഴത്തിൻ്റെ ഈ ദൃഷ്ടിയും വ്യാഴത്തിൻ്റെ നിൽപ്പുമൊക്കെ ഈ ദോഷങ്ങളെയൊക്കെ ഒന്ന് കുറയ്ക്കാനും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളെ തരണം ചെയ്യാനുമൊക്കെ ഒരു കഴിവ് നമുക്ക് തരുന്നുണ്ട്. മാത്രവുമല്ല, ശാരീരികമായ അസ്വസ്ഥതകളിൽ വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കണ്ണിന് ചില അസ്വസ്ഥതകൾ, ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങൾ, അങ്ങനെ മുഖവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ തുടക്കത്തിൽ നല്ല സമയമാണ്. പക്ഷേ ആഴ്ചയുടെ മധ്യത്തെത്തുമ്പോഴത്തേക്ക് ചില പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ ഈ ആഴ്ചയിൽ 10, 11 തീയതികൾ നല്ലതാണ്. 16-ാം തീയതി ഉച്ചവരെ നല്ലതാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണം കുറവും ദോഷത്തിൻ്റെ ഒരു ആധിക്യം കൂടുതലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത് കണ്ടകശനിയുടെയൊക്കെ ഒരു പ്രഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മുൻകരുതലായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധയും കരുതലും കൂടി വേണം നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ടും ഏതൊരു പ്രതിസന്ധി വന്നാലും തരണം ചെയ്യാനൊക്കെ നമുക്ക് കഴിയും. അപ്പോൾ അങ്ങനെ തരണം ചെയ്യാൻ കഴിയുന്ന ചില ഗ്രഹങ്ങൾ നമ്മളെ സഹായിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മളൊരു കരുതലായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രം ആണ് ഇപ്പോൾ പറയാനുള്ളത്. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ്.